പണ്ടൊക്കെ ആളുകളോട് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഡോക്ടർ, എഞ്ചിനീയർ, സർക്കാർ ജോലിക്കാരൻ എന്നൊക്കെയാണ് പൊതുവെ പറയാറ്. പക്ഷെ കാലം മാറി. ഇന്ന് കൂടുതൽ പേർക്കും ശമ്പളം വാങ്ങാനല്ല, ശമ്പളം കൊടുക്കുന്നവരാകാനാണ് ഇഷ്ടം. അതായത് ഓൺട്രപ്രണർ ആവാൻ. ഈ ഒരു ചിന്താഗതി വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ പുരോഗമനത്തിനും വികസനത്തിനും ഏറെ ആക്കം കൂട്ടുന്നതാണ് ഇന്നത്തെ യുവതലമുറയുടെ ഈ ചിന്താഗതി. നമ്മുടെ ചുറ്റുപാടും എടുത്തു നോക്കിയാൽ ചെറുകിട സംരംഭങ്ങളിലൂടെ വൻ വിജയം സൃഷ്ടിച്ച ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ട് ഓൺട്രപ്രണർ ആവാൻ ആരും ചാടി പുറപ്പെടേണ്ട. അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഒരു ജോലിക്കാരനേക്കാൾ 100 ഇരട്ടി അധ്വാനവും ക്ഷമയും ബുദ്ധിയും ചിന്താശേഷിയും ഒക്കെ വേണ്ട കാര്യമാണ് സംരംഭകത്വം എന്നത്. എങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആവുന്നത്? അതിന് ഒരുപാട് കടമ്പകളുണ്ട്. ആദ്യമായി വേണ്ടത് കൃത്യമായ ഒരു ഗോൾ അഥവാ ലക്ഷ്യമാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണർ ആവുന്ന ഒരാൾക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് സെറ്റ് ഓഫ് സ്കിൽസും ഒരു സർട്ടൈൻ തിങ്കിങ് സ്റ്റൈലും ടാക്ടിക്സും ഒക്കെ ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും കയ്യിലുണ്ടായിരിക്കണം. ഒരു സംരംഭവുമായി മുന്നോട്ട് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വഴിയെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാവിധ പ്രതിബന്ധങ്ങളെ പേടിച്ച് ഒരിക്കലും നിങ്ങളുടെ പാഷനെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരാകരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ടാർഗറ്റ് മാർക്കറ്റ്, വിജയിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ ഉൾപ്പെടെ സമഗ്രമായ ഒരു ബിസിനസ് സ്ട്രാറ്റജി തന്നെ ഉണ്ടാക്കുക. ഈ ബിസിനസ് സ്ട്രാറ്റജി നിങ്ങളുടെ വിജയത്തിലേക്കുള്ള റോഡായി പ്രവർത്തിക്കും. അത് നിങ്ങളുടെ വിജയത്തെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിലനിർത്തും. മാർക്കറ്റ് കണ്ടീഷൻ, ഇൻഡസ്ട്രി ഡെവലപ്മെന്റ്, കൂടാതെ നെസസറി എബിലിറ്റീസ് എന്നിവയെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നല്ല അഡ്വൈസും അസിസ്റ്റൻസും ലഭിക്കുന്നത് എപ്പോഴും ബിസിനസ് നടത്തുന്ന മറ്റാളുകളുമായി ബന്ധം കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പറയുന്നത് പോലെ ഓരോ ഓൺട്രപ്രണർഷിപ്പും റിസ്ക് എടുക്കാൻ തയ്യാറാകണം. ഓരോ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും വേണം. ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾ പ്രാപ്തരാകണം. നിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയും നിങ്ങളുടെ ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന മിടുക്കരായ ആളുകളാണ് കൂടെയുള്ളതെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. അച്ചടക്കം, ടൈം മാനേജ്മെന്റ്, വർക്ക് പ്രയോറിറ്റി എന്നിവ പരിശീലിക്കുന്നത് നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കും. വെല്ലുവിളികളെ തരണം ചെയ്യാനും പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനും തുടർച്ചയായി നിങ്ങളെ തന്നെ നിങ്ങൾ പാകപ്പെടുത്തിയെടുക്കണം. പ്രതിബദ്ധത, സ്ഥിരത, വിവേകത്തോടുകൂടിയുള്ള തീരുമാനങ്ങൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത എന്നിവ വളരെയധികം വേണ്ട ഒരു യാത്രയാണ് ഓൺട്രപ്രണർഷിപ്പ്. വിജയം എന്ന് പറയുന്നത് മാത്രമല്ല അവസാന വാക്ക് എന്ന് എപ്പോഴും ഓർത്തിരിക്കുകയും വേണം. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ബിസിനസ് നടത്തി വിജയിച്ചിട്ടുള്ളവരിൽ ഭൂരിഭാഗം പേരും ചെറുകിട സംരംഭങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. വിജയം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. അതിന് അതിൻ്റെതായ സമയമെടുക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു മരം നട്ട് അത് വളരാൻ എത്ര സമയമെടുക്കുമോ അതുപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ വളർച്ചയും. നിങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് വളരൂ എന്നത് തന്നെ. ഒരു ദിവസം കൊണ്ട് കോടീശ്വരന്മാരായ ഒരാളും ഈ ലോകത്തിലില്ല. നിങ്ങൾ എത്രത്തോളം അധ്വാനിക്കുന്നു അത്രത്തോളം നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യതയും കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ആത്മവിശ്വാസം തന്നെയാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്.